ഫ്രഷ് കട്ട് സമരത്തിന് ശേഷം ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്. ഫാക്ടറി ഉടമകൾ നമുക്കൊപ്പമുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി അവിടെ സമരത്തിന് ഇടയിൽ അക്രമം നടത്തിയവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. സമരസമിതിയുടെ നേതാക്കന്മാർ പറയുന്നത് അവിടെ അക്രമം നടത്തിയത് അവിടെ ഈ ഫാക്ടറി ഉടമകളുടെ ആളുകളാണ്. അവരത് അക്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവിടെ മനഃപൂർവ്വം ബോധപൂർവ്വം അക്രമം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു വാദമുഖത്തിന് ഒരുപാട് തലങ്ങളിൽ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്ന വാദമുഖമാണ്. ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു 1.5 മാസം മുന്നേ ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതേ സമരക്കാർ തന്നെ ഞങ്ങളുടെ പ്ലാന്റിലോട്ട് കടന്നു വരുന്ന വാഹനങ്ങൾ കാണുവാനും അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തുവാനും ഞങ്ങൾക്കവിടെ കൃത്യമായ വേ ബ്രിഡ്ജ് സംവിധാനം, സർക്കാർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സുകാർ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള വേ ബ്രിഡ്ജ് സംവിധാനമുള്ള സ്ഥാപനമാണ്. ആ വേ ബ്രിഡ്ജ് സംവിധാനത്തിൽ ഈ വരുന്ന എല്ലാ വാഹനങ്ങളും തൂക്കുവാനും ആ വാഹനങ്ങൾ തൂക്കിയതിന് ശേഷം ഒരു ഡിസ്പ്ലേ ബോർഡ് പുറത്തേക്ക് വെക്കുവാനും ഞങ്ങൾ തീരുമാനമാക്കിയിരുന്നു. അതുപ്രകാരം ഞങ്ങൾ ഡിസ്പ്ലേ ബോർഡ് പുറത്തേക്ക് വെക്കുകയും അത് കാണാനായിട്ടും ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാനായിട്ടും ഈ സമരക്കാർ തന്നെ അവരുടെ ചിലവിൽ ഒരു CCTV ക്യാമറ വെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ദുരന്തമുണ്ടായ സമയത്ത് എല്ലാ ചാനലുകളിലും വന്ന ബ്രേക്കിംഗ് ന്യൂസ് സമയത്ത് അതിൽ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരു CCTV ക്യാമറ, ഫാക്ടറി കത്തുമ്പോൾ കാണുന്ന ഒരു CCTV ക്യാമറ ഈ പറയുന്ന സമരക്കാർ വെച്ച CCTV ക്യാമറയാണ്. ഇവർ കഴിഞ്ഞ 4-5 ദിവസമായി ഞങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർ പറയുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് അവരുടെ കയ്യിലുള്ള ഫൂട്ടേജസ്, അവർ വെച്ച അവരുടെ CCTVയിലുള്ള ഫൂട്ടേജസ് പുറം ലോകത്തേക്ക് തുറന്നു വിടുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം മഞ്ചേരിക്കാരനായ ഒരാളെ പിടിച്ചു. ഈ മഞ്ചേരിക്കാരൻ ആ നാട്ടുകാരനുമല്ല, സമരസമിതിക്കാരനുമല്ല, അത് ഈ ഫാക്ടറി ഉടമകൾ ഇറക്കിയ കുറച്ച് പേരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞു പോവുകയാണ്. ആ ഫൂട്ടേജസിൽ ഈ സമരക്കാരാണോ പുറത്തുനിന്ന് ആൾക്കാരാണോ എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഫാക്ടറിയിലോട്ട് ഒരേ ഒരു ആക്സസ് റോഡേ ഉള്ളൂ. ആക്സസ് റോഡിലാണ് ഈ ക്യാമറ ഇരിക്കുന്നത്. ഈ സമരക്കാരല്ല എന്നുള്ള അവരുടെ വാദമുഖത്തിന് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരട്ടെ. അതിൽ ഞങ്ങളുടെ ആൾക്കാരാണോ അവരുടെ ആൾക്കാരാണോ എന്ന് വളരെ വ്യക്തമാകുമല്ലോ. മോറോവർ ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പാദ്യം മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ്. അത് കത്തിക്കാൻ മാത്രമുള്ള അത്രയും മോശപ്പെട്ട വ്യക്തികളല്ല ഞങ്ങൾ. ഇപ്പം മഞ്ചേരി എന്നൊരാളുണ്ടെന്നുള്ള ഞങ്ങളും ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആൾക്കാരാവാനേ സാധ്യതയുള്ളൂ. അത് പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന കേരള പോലീസാണ്. അവരത് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് ഒടുവിൽ മാത്രമാണ് അതിൽ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവർക്കിത് എളുപ്പത്തിൽ അവരല്ല എന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. അവരുടെ കേരള ഫൂട്ടേജ് പുറത്തേക്ക് വരട്ടെ, അവരല്ല എന്ന് അവർ അങ്ങനെ തെളിയിക്കട്ടെ. നാളെ മേൽപ്പറഞ്ഞ വ്യക്തികളുടെ കോൾ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ പോലീസ് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ആൾക്കാരാണെങ്കിലും അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ മഞ്ചേരിക്കാരൻ്റെ കോൾ ഹിസ്റ്ററി, അതെ പുറത്തുനിന്ന് പിടിച്ച ആളുടെ കോൾ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യം പുറത്തു വരുമല്ലോ. ഞങ്ങളും ആഗ്രഹിക്കുന്ന സത്യം പുറത്ത് വരണമെന്ന് തന്നെയാണ്. നേരത്തെ ലിബിൻ പറഞ്ഞ പോലെ തന്നെ ആ ഫൂട്ടേജസ് ഇരിക്കുന്നത് 5 ആൾക്കാരുടെ കയ്യിലാണ്. സമരസമിതി ചെയർമാൻ ഉൾപ്പെടെ 5 ആൾക്കാരുടെ ക്ലൗഡിലാണ് ഈ ഫൂട്ടേജസ് ഇരിക്കുന്നത്. അതിലൊന്ന് ആ സ്ഥലോടമയായ ജോബിയാണ്, ബാക്കി സമരസമിതിയിൽപ്പെട്ട 4 ആൾക്കാർ. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇപ്പം ഈ ആരോപണം ഉന്നയിക്കുന്ന പകരം അവർക്ക് വളരെ ഈസി ആയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അവർക്ക് തുറന്നു വിടാൻ വേണ്ടി പറ്റും. കാരണം ആ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓഫീസ്, അതായത് പോലീസ് ഇരിക്കുന്ന സ്ഥലവും ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന ഏരിയ ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ. അവിടെ നിന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെ ഞങ്ങളുടെ ഫുട്ടേഴ്സാണ് ഞങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈസിലി ആയിട്ട് അവരുടെ കയ്യിൽ അങ്ങനെ ഞങ്ങൾ വെച്ച ആൾക്കാരാണെങ്കിൽ ആ ഡാറ്റ ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ് നാളെ. ഇതിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, ആ നാടിന്, അത് നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാലിന്യം അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുമ്പോൾ ആ നാട്ടുകാർ അതെന്തിന് സഹിക്കണം എന്നുള്ളതാണ്. അവിടെ വലിയ തോതിൽ മണമുണ്ടാവും, ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട്. ആ നാട്ടിലൊരു കല്യാണം നടക്കുന്നില്ല, അങ്ങോട്ട് വിരുന്നുകാർ വരുന്നില്ല. വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണല്ലോ. നിങ്ങൾ ചിലവാക്കിയ പണം ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി അവിടെ താമസിക്കുന്ന ആളുകൾ, അവിടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ആളുകളുണ്ട്. എന്താണ് അതിനോട് നിങ്ങൾക്കുള്ള പ്രതികരണം? ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് 150ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അതിൽ തന്നെ ഒരു 120ഓളം ആൾക്കാർ ആ സമീപ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ നിമിഷം വരെ, ദേവാനഗർ കൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ തൊഴിലാളികൾക്കാർക്കും ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഫാക്ടറി മൂലം ഉണ്ടാകുന്ന ഒരു തരത്തിൽ അസുഖങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന പനി ജലദോഷം വന്നത് അത് മാറ്റി നിർത്തിയാൽ മറ്റൊരു അസുഖങ്ങൾ ഇതിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറയുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പോ അതല്ലെങ്കിൽ സാങ്കേതികമായ ഒരു പഠനമോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും ഈ ഫാക്ടറിയിൽ നിന്നുള്ള
പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടുള്ള അസുഖമാണെന്നുള്ളത് ഞങ്ങളുടെ ചെലവിൽ പരിശോധിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം 100% ഞങ്ങൾക്ക് ഉറപ്പ് വരാനുള്ള കാരണം ഈ സ്ഥാപനം നേരത്തെ ലിബിൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ 7 മുതൽ 10 കിലോമീറ്റർ റേഡിയസിൽ തന്നെയാണ് ഞങ്ങളുടെ മെജോറിറ്റി സ്റ്റാഫുകൾ ഉള്ളത്. അപ്പം എൻ്റെ സ്റ്റാഫിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിക്ക് വരാതെ അവൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് ഒരു അസുഖം വരുന്നു എന്ന് പറയുമ്പം ഞങ്ങൾ കാണുന്നത് അതൊരു ആരോപണമായി. അതൊരു ആരോപണം എന്നുള്ള അപ്പുറത്ത് അവിടെ ആളുകൾ ശ്വാസം മുട്ടൽ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. ശരീരത്തിൽ ചൊറിച്ചിൽ പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നുള്ള പുറത്തുവിടുന്ന ഈ മാലിന്യം കൊണ്ടാണ് എന്നാണ് അവർ അവകാശവാദം. അപ്പോൾ അത് എങ്ങനെയാണ് അത് അല്ലാന്ന് തെളിയിക്കാൻ പറ്റുക? ശ്വാസമുട്ടൽ, ചൊറിച്ചൽ, അതുപോലെ തന്നെ ക്യാൻസർ, അമീബിക് മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പിത്തം ഇതൊക്കെ പടർന്നു പിടിക്കുന്നതാണ് പറയുന്നത്. ഇത് ഇപ്പോൾ അവിടെ ഒരാൾക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 10-20 ആൾക്കാർക്കെങ്കിലും മിനിമം വരണം. അത് ഒരേ സമാന ശാരീരിക പ്രകൃതിയുള്ള ആൾക്കാർക്ക് വരേണ്ട ഒരു അസുഖമാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പഠിക്കേണ്ട സബ്ജക്റ്റാണ്. ഈ നിമിഷം വരെ അങ്ങനെ ഒരു കാര്യം ഒരു രീതിയിലും തെളിയിക്കാനോ അതല്ലെങ്കിൽ ആർക്കും ഒരു ഫാക്ട് വെച്ചിട്ട് സംസാരിക്കാനോ ഈ മെഡിക്കൽ ക്യാമ്പ് ഒരു സാങ്കേതിക പഠനത്തിന് നിങ്ങൾ തയ്യാറാണെന്നാണ്? 100% ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടെ ആകെയുള്ളത് ഞങ്ങളുടെ ഒരു ബോയിലറിൽ നിന്നും ഞങ്ങൾ കത്തിക്കുന്ന വിറകിൻ്റെ പുക മാത്രമാണ് ലൈസൻസ്, അത് പെർമിറ്റഡ് ആണ്, അത് മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. അതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ആ പുകക്കോയിൽ വഴി സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വേറെയുണ്ട്. അവിടെ ഏറ്റവും തൊട്ടരികിലൂടെ പോകുന്ന ഇരുതുള്ളിപ്പുഴയാണ്. ഈ ഇരുതുള്ളിപ്പുഴയിലേക്ക് നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം പോകുന്നുണ്ടെന്നുള്ളതാണ്. എന്നിട്ടും നിങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. കാരണം ഒരുപാട് രാഷ്ട്രീയ സ്വാധീനവും നിങ്ങളുടെ പണത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഇരുതുള്ളിപ്പുഴയിലേക്ക് ഒഴുകുന്ന മാലിന്യം അതാണ് ഈ കരിമ്പാലക്കുന്ന് മേഖലയിലുള്ള കോടഞ്ചേരി പഞ്ചായത്തിലുള്ള നിരവധി പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? അതിലാദ്യം പറഞ്ഞ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ കാര്യം തികച്ചും സാധാരണക്കാരായ ചെറുപ്പക്കാരായ ഓണ്ടർപ്രണേഴ്സാണ് ഞങ്ങൾ. അത് ഈ നേരത്തെ പറഞ്ഞ വെള്ളം പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിഷയം തന്നെ. ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ കാലയളവിൽ CWRDM മുതൽ ജില്ലാ ആരോഗ്യ വകുപ്പുകൾ മുതൽ പൊല്യൂഷൻ കൺട്രോൾ മുതൽ എല്ലാ ബന്ധപ്പെട്ട LSGD ഡിപ്പാർട്ട്മെൻറ്റുകൾ മുതൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ പുഴയിലെ അല്ലെങ്കിൽ ഇവർ ആരോപണം ഉന്നയിക്കുന്ന ആ ഒരു പുഴയിലെ വെള്ളം പരിശോധിച്ചിട്ടുണ്ട്. ഈ കാലയളവ് വരെ അതിൽ അളവിൽ കവിഞ്ഞ് അതല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏത് എഫ്ലുവൻറ്റുകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ETP അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ഒരു തരത്തിലുള്ള ജലാംശവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 8 പഞ്ചായത്തിനും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല മാധ്യമപ്രവർത്തകരും ഇതിനു മുമ്പ് ഒരു വിവാദം ഉണ്ടായപ്പോൾ പല മാധ്യമപ്രവർത്തകരും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. അതുപോലെ തന്നെ ഈ സമരസമിതിക്കാരും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആധികാരികമായ ഒരു റിപ്പോർട്ട് ആരും പറയുന്നില്ല. അങ്ങനെ എല്ലാ കാലവും രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ എല്ലാ കാലവും പണവും ഉപയോഗിച്ചിട്ട് എല്ലാവരെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് കേരളം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്കില്ല. രണ്ടാമത്തെ ഈ അവിടുത്തെ സംസ്കരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം 200 ടണ്ണോളം മാലിന്യം, അതിലധികം മാലിന്യം അറവ് മാലിന്യം സംസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് അനുമതിയുള്ളത് 40 ടണ്ണാണ്. അവിടെ നിങ്ങളുടെ ഈ ബോയിലർ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കരണ പ്ലാന്റ് എത്ര കപ്പാസിറ്റി ഉള്ളതാണ്? ഇപ്പോൾ എത്ര അവിടെ സംസ്കരിക്കുന്നുണ്ട്? ആദ്യം തന്നെ 200 ടൺ എന്നുള്ള വാദമുഖത്ത് ഞാൻ ചില ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഈ സമരക്കാരെ പോലെ ഞങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിച്ച് ശീലമില്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയട്ടെ. ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും അറവ് മാലിന്യം ശേഖരിക്കാൻ ടെൻഡർ കരസ്ഥമാക്കിയ കേരള സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് ഞങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ നിലവിലെ പോപ്പുലേഷൻ ഞാൻ വിശ്വസിക്കുന്നത് 3.5 മില്യൺ, സുമാർ 35 ലക്ഷം ജനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാർ രേഖ അനുസരിച്ച് ഒരു വർഷത്തെ പെർ ക്യാപിറ്റ പോൾട്രി കൺസംഷൻ, ഒരു മലയാളിയുടെ പെർ ക്യാപിറ്റ പോൾട്രി കൺസംഷൻ എന്ന് പറഞ്ഞാൽ 15 കിലോയാണ് ഒരു വർഷത്തേത്. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ തന്നെ ഇപ്പം 35 ലക്ഷം ജനസംഖ്യയുള്ള കോഴിക്കോട് ഞങ്ങൾക്ക് 200 ടൺ അറവ് മാലിന്യം ഡെയിലി ലഭിക്കണമെങ്കിൽ മിനിമം 700 അല്ലെങ്കിൽ 750 ടൺ കോഴി ഭക്ഷണം ഇവിടെ വിളമ്പിയിട്ടുണ്ടായിരിക്കണം. 750 ടൺ കോഴി ഇവിടെ വിളമ്പണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോരുത്തരും ഡെയിലി 350-400 ഗ്രാം കോഴി ഭക്ഷിക്കണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയുന്നത് അവർ പറയുന്ന ഒരു ആരോപണങ്ങളല്ല, ഞാൻ കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് പറയുന്നത്. നേരത്തെ ചോദിച്ച ഉത്തരം ഞാൻ നൽകാം. ഞങ്ങളെ സംബന്ധിച്ച് പലപ്പോഴായി ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ പരാതികൾ വന്നപ്പോഴും അതേപോലെ ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെയും ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഞങ്ങളുടെ കപ്പാസിറ്റി നിജപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഞങ്ങളുടെ കപ്പാസിറ്റി നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന 25 ടൺ എന്ന് പറഞ്ഞ വോളിയത്തിലാണ്. ആ വോളിയത്തിന് വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട സബ് കളക്ടർ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ അവർ ഡിസ്പ്ലേ ബോർഡ് വെക്കണമെന്നും ആ ഡിസ്പ്ലേ എല്ലാവർക്കും കാണത്തക്ക ക്യാമറ വേണമെന്നും അവർ ഒരു നിഷ്കർഷിച്ചതും ആ കണ്ടീഷൻ ഞങ്ങൾ അംഗീകരിച്ചതും. അവിടെ ഞങ്ങളുടെ പ്ലാന്റിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷനുള്ള പ്ലാന്റാണ്. ഞങ്ങളുടെ പ്ലാന്റ് പൂർണ്ണമായിട്ടും പോലീസ് അധീനതയിലാണ്. ഞങ്ങളുടെ വാഹനങ്ങൾ വരുന്നതും വാഹനം തൂക്കുന്നതുമെല്ലാം പോലീസുകാരുടെ അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ്. അതിന് കൃത്യമായ ലെഡ്ജർ ബുക്കുകളുണ്ട്, പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡുകൾ കഴിഞ്ഞ 1-2 മാസം നിങ്ങൾക്ക്
പരിശോധിക്കാം. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു വാദമുഖങ്ങളോ വെറുതെ ആരോപണങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ ഗവൺമെൻറ് രേഖയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് സ്റ്റാമ്പ് ചെയ്ത വേ ബ്രിഡ്ജാണ്. അതിൽ പ്രത്യേകിച്ച് കള്ളത്തരങ്ങൾ കാണിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം മാറ്റി നിർത്തിക്കോളൂ. ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഇത് 1 കിലോ പ്രോസസ്സ് ചെയ്താൽ അതിൻ്റെ 35% അല്ലെങ്കിൽ അങ്ങേയറ്റം പോലെ 38% നമുക്ക് ഈൽഡ് ലഭിക്കുക. അങ്ങനെ കണക്ക് കൂട്ടിയാൽ തന്നെ ഞങ്ങളുടെ GST രേഖകൾ തുറന്ന രേഖയാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു മാസം ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്ന ഞങ്ങളുടെ ബൈ പ്രൊഡക്റ്റിൻ്റെ അളവ് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഞങ്ങൾ അളവിൽ കൂടുതൽ എടുക്കാറില്ല. എത്രയോ കാലഘട്ടങ്ങളായി ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന് കൃത്യമായ ഗവൺമെൻറ് രേഖകളുണ്ട്. കൃത്യമായ ടണ്ണ് പാലിക്കുമ്പോൾ 25 ടണ്ണ് പാലിക്കുമ്പോൾ ഈ കരിമ്പാലക്കുന്ന് പ്രദേശത്തേക്ക് മണം ദുർഗന്ധം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുമോ? ഈ ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആധികാരികമായ ഒരു മണമുണ്ട് എന്നുള്ള പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾ ഇതിന് മുന്നേയുമുണ്ട്. കൃത്യമായ പരാതി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇല്ലേ, ഇപ്പോൾ ഈ പറയുന്ന സമരസമിതി ചെയർമാൻ അല്ലെങ്കിൽ ഈ സമരസമിതി ചെയർമാൻ ഈ സമരം ഏറ്റെടുത്തതിന് ശേഷം അവരെന്തുകൊണ്ട് ആ സമരസമിതിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുന്നില്ല? അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥയെ സമീപിക്കുന്നില്ല? ഒരു കേസിൽ അവർ കൊടുത്തിരുന്നു, അവരിതുവരെ ചെയ്തിട്ടില്ല. അവർ അക്രമം, അവർ ഗുണ്ടായുസം, ഭീഷണി തുടങ്ങിയ കാര്യങ്ങളിലൂടെ അല്ലാതെ ഇപ്പോൾ അവർ ജനാധിപത്യ സമരമാണെന്ന് അവർ ഒരുപാട് വാദമുഖങ്ങളുണ്ട്. ഈ ഞങ്ങൾ ആറ്റുനോട്ടുണ്ടാക്കിയ ഞങ്ങളുടെ സ്ഥാപനം കത്തിക്കുന്നതിന് മുന്നേയും 8 FIR ക്രിമിനൽ FIR ഈ പറഞ്ഞ വ്യക്തികളുടെ പേരിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആക്രമിച്ചതിനും രാത്രി വടിവാൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്റ്റാഫിനെ ആക്രമിച്ചതിനും ഞങ്ങളുടെ പ്ലാന്റ് ഇതിനു മുന്നേ അടിച്ചു പൊളിച്ചതിനും ഞങ്ങളുടെ ഗേറ്റ് അടിച്ചു പൊളിച്ചതിനും ഞങ്ങളുടെ വാഹനം അടിച്ചു പൊളിച്ചതിനും തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമായ ഒരുപാട് FIR ഓൾറെഡി നിലവിലുണ്ട്. അതിനേക്കാളൊക്കെ കൂടി സമരസമിതിയുടെ ചെയർമാനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ പേര് വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അവരുടെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളുടെ പേരടിക്കുകയും അവരുടെ പേരടിക്കുകയും ചെയ്ത 2 പേരും തമ്മിലുള്ള ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം അത് ഏതൊരു മലയാളിക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ പശ്ചാത്തലമില്ല. ഞങ്ങൾ അങ്ങേയറ്റം നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നേരത്തെ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവരെന്തുകൊണ്ട് കേരള ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചില്ല? ഈ സമരസമിതിയുടെ പേരിൽ ഒരു കേസ് കൊടുത്തില്ല. 2021-22 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ അവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷിച്ചു. അത് ഞങ്ങൾക്ക് അനുകൂലമായ വിധി ലഭിച്ചതാണ്. അതിനുശേഷം ഈ പറഞ്ഞ സമരസമിതി ഇതുവരെ ഒരു കേസ് എന്തുകൊണ്ട് കൊടുത്തില്ല? ആയിട്ടുള്ള ഈ സമരസമിതി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്ന പോലെ 6 വർഷമായിട്ടുള്ള സമരസമിതിയല്ല, ഇതൊരു വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു സമരസമിതിയാണ്. ഈ സമരസമിതി ഇപ്പോൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് പ്ലാന്റ് പൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റ് പൂട്ടിക്കൊണ്ടുള്ളൊരു ഒത്തുതീർപ്പ് എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ അതായിരിക്കും അവർ ഉന്നയിക്കാൻ പോകുന്നത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ അത്രയും വലിയൊരു മുതൽ മുടക്ക് നടത്തുന്നത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും പരിരക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫാക്ടറി റൺ ചെയ്യാമെന്നുള്ള നമ്മുടെ നാട്ടിലെ നിയമം പാലിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനം പൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും. സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണെങ്കിൽ 100% അന്വേഷിക്കണം. ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുക വേണം. എന്നാൽ അതിനകത്ത് അക്രമം നടത്തിയ ആൾക്കാർ മനഃപൂർവ്വം നടത്തിയ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷണ ഒരു പഠനം, സാങ്കേതിക പഠനം നടത്തുക 100% ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഒരുപാട് തവണ പല കമ്മിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് സഹകരിക്കാൻ തയ്യാറാണ്. നാളെ ഇനി വേറെ ഏതെങ്കിലും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അതും ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളോടും എന്താ പറയുക ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയോട് കൂടി പെരുമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനം സംരക്ഷിക്കപ്പെടണം, ഞങ്ങളെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം. അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയും വേണം. അതുമാത്രം ഇന്നേ വരെ ശ്രമിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അതന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സർവകക്ഷി യോഗത്തിൽ അതിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കൂ എന്നുള്ളതാണ് സമരസമിതിയും ജില്ലാ കളക്ടറും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. അതോടൊപ്പം സമരസമിതിയുടെ നേതാക്കന്മാരും ആ സർവകക്ഷി യോഗത്തിലുണ്ടായിരിക്കും.